അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പാലക്കാട് കൊടുമ്പ് തേര് നടക്കുകയാണല്ലോ. അപ്പൊ തേര് നടക്കുന്ന കൊടുമ്പിലേക്ക് വന്നതാണ് ഞാൻ സൗ കൂടിയിട്ട്. ഇവിടെ അകത്ത് പോകാൻ പറ്റുള്ള വരുന്ന വഴിക്ക് നല്ല കട്ട ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ വേറെ വഴിയൊക്കെ തിരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതിനകത്ത് നല്ല തിരക്കാണ്. അപ്പോ എന്താ പറയുക, അന്നദാനം കഴിക്കാനുള്ള ക്യൂ ഒക്കെ ബാക്കിലാണ് കേസ്. അപ്പൊ നമുക്ക് കൊടുമ്പ് തേരിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസമാണ് കേട്ടോ. എന്താണ് തൈപ്പൂയം, റിപ്പബ്ലിക് ഡേ, അതേപോലെ തന്നെ പാലക്കാട് നമ്മുടെ കൊടുമ്പ് തേര് നടക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ തേര് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ തേര് കൊടുമ്പ് തേരിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെഫ്റ്റാണ് അപ്പൊ ഗൈസ് നമ്മൾ കൊടുമ്പിൽ ഭയങ്കര തിരക്കാണ്. ആ വഴി റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ വേറൊരു വഴിയുണ്ട് പറഞ്ഞ അമ്പലത്തേക്ക്. അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിൽ പോയിട്ട് എവിടെ എത്തും നോക്കാം. ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത് ഗൈസ്. ഇത് ഏതൊക്കെ വീടുകളുടെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ്. അപ്പൊ നമുക്ക് നേരെ കൊടുമ്പ് അമ്പലം എത്തും നോക്കാം. ഏതൊക്കെയോ വീടുകളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കൊടുമ്പ് അമ്പലത്തേക്ക് പോണത്. അങ്ങനെ മെയിൻ റോഡ് അപ്പുറത്തുനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ആ വഴി വന്ന് ഇല്ലേ. ഓ അപ്പൊ റോഡൊന്നും വഴി തിരിച്ചു വിട്ടതാണ് അല്ലേ. കാറുകൾക്ക് പോകാൻ പറ്റില്ല, ബൈക്ക് മാത്രം വഴി തിരിച്ച് ഞങ്ങൾ ആ വഴി കൂടെ വന്നതാണ് നേരെ അമ്പലത്തിന്റെ അടുത്തേക്ക്. അവിടെ ചെണ്ടമേളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തിരക്കാണ് ഭയങ്കര. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള കൊടുമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നമ്മുടെ കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ കൊടുമ്പ് ക്ഷേത്രം പഴനി മുരുകൻ്റെ പകുതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്നാം തേര് നടക്കുന്ന ദിവസമാണ് ഞാനും സൗമ്യയും കൂടിയിട്ട് കൊടുമ്പ് തേര് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. 4 മണിക്ക് ശേഷമാണ് തേര് വലിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭഗവാനെ തൊഴുതിയിട്ട് ഒന്ന് വലം വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും അന്നദാനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ അന്നദാനത്തിന് ക്യൂ നിൽക്കുന്ന ഈ കാഴ്ചയാണ് നമ്മൾ ഈ ഫ്രണ്ടിലുള്ളൊക്കെ കാണുന്നത്. എന്നിട്ട് ഭക്തന്മാരുടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ദർശനം കണ്ടിട്ട് ഇറങ്ങിയിട്ട് കഴിച്ച. അപ്പോൾ ഈ കാണുന്ന തിരക്ക് ഫുള്ളായിട്ട് ഈ ക്യൂ നിൽക്കുന്നത് നമ്മൾ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്നദാനം ഇത്രയും തിരക്കാണ് കഴിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെളിയിൽ പോയി കുറച്ച് നേരം നിന്നിട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഗൈസ്.
അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ഇവിടെ തേരുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരമാണ് തേര് വലിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ തേര്. 3-4 തേരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേര് നിർത്തിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തൊക്കെ ഓരോരോ തേര് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇനി അപ്പുറത്ത് പോട്ടെ. ഗൈസ് നമ്മളിത് കൊടുമ്പ് അമ്പലത്തിന്റെ കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുവാലത്തൂർ അമ്പലത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. എന്താ പറയാ, നല്ല പാടങ്ങള്, കുറെ തെങ്ങുകള്, പിന്നെ നല്ല എന്താ പറയാ, നല്ല വെയിലാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് ഇരിക്കാൻ. അപ്പോൾ ബാക്കിലാണ് നമ്മുടെ തിരുവാലത്തൂർ അമ്പലം. അപ്പോൾ